ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ബബിൾ സ്റ്റിച്ചൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്ക് ചെയ്യാനാണ്. ഇത് നമുക്ക് ഏത് സൈസിലും ചെയ്തെടുക്കാം, ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ മാജിക് നീഡിൽസ് നിന്ന് വാങ്ങിച്ചിട്ടുള്ള കോട്ടൺ എന്ന ബ്രാൻഡിലെ 2 യാണാണ്. അപ്പോൾ തിന്നായിട്ടുള്ളൊരു യാണാണ്. 3 ആകുമ്പോൾ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 അല്ലെങ്കിൽ 3 യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 യാണ് ആയതുകൊണ്ട് ഫോർപ്ലേയുടെ 2 യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ 2.5 mm ഹുക്ക് സെറ്റും ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫോർപ്ലേയുടെ യാണാണ്, 2 യാണാണ്, കോട്ടൺ ബ്രാൻഡാണ് കേട്ടോ. ഈ ഒരു യാൺസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് 4 സ്റ്റിച്ച് മാർക്കേഴ്സ് വേണം കേട്ടോ. ഈ സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ നിങ്ങൾ സേഫ്റ്റി പിന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിയാണ് ആ ഒരു ഭാഗത്ത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 4 സ്റ്റിച്ച് മാർക്കർ വേണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്. അപ്പോൾ 0 to 3 months നോർമൽ ബേബിക്ക് നമ്മൾ 16 ചെയിൻസ് ആണ് എടുക്കുക. ഈ 60 ചെയിൻസിനെ നമ്മൾ 5 പാർട്ടാക്കും. ഫസ്റ്റിൽ നമ്മൾ 7, പിന്നെ 16, പിന്നെ 14, പിന്നെ 16, പിന്നെ 17 ആ ഒരു ഇതിലാണ് നമ്മൾ 5 പാർട്സാണ് ആക്കുക. അപ്പോൾ 7 വരുന്നത് നമ്മൾ ബാക്ക് സൈഡിൽ 2 ഭാഗമാണ് 7 വരും. പിന്നെ നേരെ ഫ്രണ്ടിൽ അത് 14 ആവും. പിന്നെ നമുക്ക് സ്ലീവ് വരുന്നത് 16 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു 60 ചെയിനിനെ നമ്മൾ 5 ഭാഗമാക്കിയിട്ട് തിരിച്ചിട്ട് 7, 16, 14, 16, 7 എന്നുള്ള 5 ഭാഗമാക്കിയിട്ട് നമ്മൾ തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ന്യൂ ബോൺസിനാണെങ്കിൽ നമ്മൾ 60 ചെയിൻ സ്റ്റിച്ച് എടുത്ത് കൊടുക്കുക. അതല്ല ഇനിയിപ്പോൾ നമ്മൾ 3 to 6 months ബേബിക്കാണെങ്കിൽ നമ്മൾ 70 ചെയിൻ സ്റ്റിച്ച് എടുക്കണം. 10 ചെയിൻ സ്റ്റിച്ച് നമ്മൾ അധികം എടുക്കണം. അതിന് നമ്മൾ 8, 19, 16, 19, 8 എന്നുള്ള രീതിക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഈ 8 വരുന്നത് ബാക്ക് സൈഡിലാണ്. പിന്നെ 19 വരുന്നത് സ്ലീവാണ്. പിന്നെ ഫ്രണ്ടിൽ വരുന്നത് 8 ആയതുകൊണ്ട് 8ൻ്റെ നേരെ 2 പ്രാവശ്യം പ്ലസ് ചെയ്യുമ്പോൾ 16 കിട്ടും. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ടിൽ നമുക്ക് 16 സ്റ്റിച്ചസ്. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ 70 ചെയിനിനെ നമ്മൾ 5 പാർട്ടാക്കിയിട്ട് തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് 6 to 1 year ബേബിക്കാണെങ്കിൽ നമുക്ക് 80 ചെയിൻ സ്റ്റിച്ച് എടുക്കണം. അത് 9, 22, പിന്നെ 9ൻ്റെ ഡബിൾ 18, 22, പിന്നെ 9 വരുന്നത് ബാക്ക് സൈഡിലാണ്. 22 വരുന്നത് സ്ലീവ് ആണ്. പിന്നെ 18 വരുന്നത് 9 ബാക്കിൽ എടുത്തതുകൊണ്ട് അതിൻ്റെ ഡബിൾ ഉണ്ടാവും 18. അപ്പോൾ ഫ്രണ്ടിൽ 18 ആണ് വരിക. ബാക്കിൽ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ഉണ്ടാവും ഫ്രണ്ടിൽ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ 6 to 1 year ബേബിക്കുള്ള ഇത് എടുക്കുക. നമ്മൾ 1 to 2 years വരെയുള്ള ബേബിക്കാണെങ്കിൽ 19 ചെയിൻസ് എടുക്കണം കേട്ടോ. 19 ചെയിൻസ് അതിൽ 10, 25, 20, 25, 10 എന്നുള്ള ഇതാക്കിയിട്ട് 90 ചെയിനെ നമ്മൾ 5 പാർട്ടാക്കും. 5 ഭാഗമാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 10 വരുന്നത് ബാക്ക് സൈഡാണ്. 25 വരുന്നത് നമ്മൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ ആം ഹോളിൻ്റെ ഭാഗമാണ്. പിന്നെ 10ൻ്റെ നേരെ ഡബിൾ 20 ഫ്രണ്ടിലും വരും കേട്ടോ. പിന്നെ നമുക്ക് 2 to 4 years വരെയുള്ള കുട്ടികൾക്ക് 100 ചെയിനാണ് എടുക്കുക. 100 ചെയിൻസ് എടുക്കുക. അതിനെ 12, 26, 24, 26, 12 എന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 12 ബാക്കാണ്. പിന്നെ 26 സ്ലീവ് വരും. പിന്നെ 24 ഫ്രണ്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുക്കുക. അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് 3 to 6 months ബേബിക്കുള്ള ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് 70 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ നമുക്ക് 70 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 70 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഫസ്റ്റിൽ 8 ചെയിന് കൗണ്ട് ചെയ്യാം. ഇത് നമ്മൾ ഈ ഒരു ചെയിന് നമ്മൾ ലൂപ്പായിട്ട് കൗണ്ട് ചെയ്യും. അതിന് ശേഷം വരുന്ന സ്റ്റിച്ചിൽ 1, 2, 3, 4, 5, 6, 7, 8 8ാമത്തെ ചെയിനിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി അവിടുന്ന് നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12,
13, 14, 15, 16, 17, 18, 19. 19ാമത്തെ ചെയിനിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് 16 ചെയിൻ കൗണ്ട് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. 16 ചെയിൻ കൗണ്ട് ചെയ്തിട്ട് അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. വീണ്ടും നമുക്ക് ഇവിടുന്ന് 19 ചെയിൻ കൗണ്ട് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. 19ാമത്തെ സ്റ്റിച്ചിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ 19ാമത്തെ സ്റ്റിച്ചിലും സ്റ്റിച്ച് മാർക്കർ വെച്ചു. ബാലൻസ് നമുക്ക് 7 സ്റ്റിച്ച് ഉണ്ടാവും. 7 സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമ്മൾ 8ാമത്തെ സ്റ്റിച്ചിൽ കൗണ്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 8ാമത്തെ സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. പിന്നെ നമ്മൾ 19ാമത്തെ സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. 16ാമത്തെ സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. 19ാമത്തെ സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. ബാലൻസ് 7 സ്റ്റിച്ച് ഉണ്ടാവും. അങ്ങനെ നമുക്ക് നമ്മൾ 4 1 2 3 4 കോർണറിലായിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ വെച്ചതിന് ശേഷം നമുക്ക് ചെയിൻ 1 ചെയ്യാം. നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യണവ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യണവ ചെയ്യുക. ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യണവ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യണവ ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ നിങ്ങൾ വല്ല സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കളർ യാണ് വെച്ചിട്ട് ഇങ്ങനെ ഒരു മാർക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് വരെ ചെയ്തു. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കറിൽ എത്തിയിട്ടുണ്ട്. ഈ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളെ വർക്ക് ഇൻക്രീസിങ് ചെയ്ത ഒരു ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ ഈ ഒരു എല്ലാ റൗണ്ടിലും വർക്ക് ഇൻക്രീസിങ് ആവുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയിൻ 2 ചെയ്യുക. ഇനിയാണ് ചെയിൻ 2 ചെയ്തിട്ട് ഈ സെയിം സ്പേസിൽ നമ്മൾ ഈ സിംഗിൾ ക്രോഷ്യ ചെയ്ത ഈ സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളെ കോർണർ ടേൺ ആവും ചെയ്യും. നമുക്കിവിടെ ഇൻക്രീസിങ് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ചെയിൻ 2 ചെയ്ത് അവിടെ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മൾ 8ാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 2 ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്തു. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് 19 സ്റ്റിച്ച് ഉണ്ടാവും. ഇത് നമ്മൾ സ്ലീവിൻ്റെ പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മൾ ബാക്ക് സൈഡിൽ സ്റ്റാർട്ടിങ് ചെയ്തിട്ട് ബാക്ക് സൈഡ് നമ്മൾ 2 ഭാഗത്താക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ ആദ്യം 8 സ്റ്റിച്ചും പിന്നെ സ്ലീവിലേക്ക് വരുമ്പോൾ 19 സ്റ്റിച്ച്, പിന്നെ ഫ്രണ്ടിൽ 8 എടുക്കുന്ന ഭാഗത്ത് അതിൻ്റെ ഡബിൾ 16 സ്റ്റിച്ചും, വീണ്ടും സ്ലീവ് 19 സ്റ്റിച്ച്, പിന്നെ ബാലൻസ് ബാക്ക് ഭാഗത്തിലേക്ക് ബാലൻസ് ഉണ്ടാവും, അത് 8 സ്റ്റിച്ച്. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പോർഷൻസ് 5 ഭാഗമാക്കിയിട്ട് നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കറിൽ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കറിൽ റിമൂവ് ചെയ്യുക, അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
എന്നിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ചെയിൻ 2 ചെയ്യാം. ഇനി സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നമ്മളെ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയി വരുന്നത് കാണാം. ഈ ചെയിൻ 2 ചെയ്ത് അവിടെ നമുക്കൊരു വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഫ്രണ്ട് പോർഷനാണ്, ഫ്രണ്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 16 സ്റ്റിച്ചസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ ചെയിൻ സ്റ്റിച്ച് ഡിഫറെൻ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ 70 സ്റ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ ബാക്കിൽ നമുക്ക് 8ഉം ഒരു ഭാഗത്ത് 8ഉം പിന്നെ സ്ലീവ് 2 ഭാഗത്തും നമുക്ക് 19 സ്റ്റിച്ചും പിന്നെ ഫ്രണ്ടിൽ ഈ 8ൻ്റെ ഡബിൾ 16ഉം പിന്നെ നമുക്ക് സ്ലീവ് 19 പിന്നെ നമുക്ക് 8 ബാലൻസ് വരും ബാക്ക് സൈഡിലേക്കുള്ള 8. അങ്ങനെ നമ്മൾ ടേൺ ചെയ്യാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒരുപാട് പേർക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. നമ്മളെ മൂന്നാമത്തെ സ്റ്റിച്ച് മാർക്കറാണ്. മൂന്നാമത്തെ ഒരു കോർണർ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം, ചെയിൻ 2 ചെയ്യാം, സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്കതിൽ ഈ ചെയിൻ 2 ചെയ്ത സ്പേസിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിവിടെ നിന്ന് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് മാർക്കറാണ്. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ ആ സ്റ്റിച്ച് മാർക്കർ എടുത്ത ആ ഒരു ചെയിനിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 2, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കതിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. നമുക്കിനി ബാലൻസ് ഉള്ള 7 ചെയിൻ ഉണ്ടാവും. ആ 7 ചെയിനിലും നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യാം. 1 2 3 4 5 6 7. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ നെക്കിൻ്റെ ഭാഗവും പിന്നെ ഇതാ ഇങ്ങനെ 4 സ്ക്വയറിൽ 5 പോർഷൻസ് ആക്കിയിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മളെ ബാക്ക് സൈഡാണ്. ഇത് രണ്ടും വരുന്നത് ബാക്ക് സൈഡ്, ഇത് രണ്ടും നമുക്ക് നമ്മളെ സ്ലീവ്, ഇത് നമ്മളെ ഫ്രണ്ട് പോർഷൻ. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയിൻ 1 ചെയ്യുക. നമ്മളെ വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് നമ്മളെ വർക്ക് ടേൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വർക്ക് വരുന്നത് ഈ ഒരു ബാക്കിൻ്റെ സൈഡിലാണ്. ചെയിൻ ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ പകുതിയാണ്, ഡിക്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. 4 പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 1 2 3 4 5 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു
ഹാഫ് ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ചാണ്, അതുപോലെ ബബിൾ സ്റ്റിച്ച് എന്ന് പറയും കേട്ടോ. ബബിൾ സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ചെയിനൊന്നും ചെയ്യുന്നില്ല. ഇത് നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അണവ് ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. അണവ് ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ അണവ് ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ബബിൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അണവ് ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. അണവ് ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, അണവ് ചെയ്യുക, അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും അണവർ ചെയ്തിട്ട് സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അണവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. അണവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. അണവർ ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അണവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 5 ലൂപ്പ് കിട്ടും. അണവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. അണവർ ചെയ്യുക, ഈ 4 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു ബബിൾ സ്റ്റിച്ച് കൂടി ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ബബിൾ സ്റ്റിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ വീണ്ടും അണവ് ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബബിൾ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഒരു ഭാഗം തന്നെ നോക്കിയിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നമ്മൾ 4 പ്രാവശ്യം അണവ് ചെയ്തിട്ട് ഈ ഒരു സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് 4 സ്റ്റിച്ചസ് കിട്ടണം. ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യണം. 4 ലൂപ്പാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുക. ലാസ്റ്റ് നമ്മൾ ഈ 4 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അണവ് ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അണവ് ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, നമുക്ക് ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ ഓരോ ബബിൾ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ കോർണറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ 1 2 3 4 4 ബബിൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത അതിൽ നമുക്ക് ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. അണവ് ചെയ്യുക, പിന്നെ ഈ ഒരു 3 കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ 2 ചെയിൻ ചെയ്ത ആ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു സെയിം സ്പേസിലാണ് നമ്മൾ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക. ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സെയിം സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ചെയിൻ 2 ചെയ്യാം. വീണ്ടും നമ്മൾ ഈ ഒരു സെയിം സ്പേസിൽ തന്നെയാണ്, ഈ ഒരു സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, നമുക്ക് അടുത്ത ബബിൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് 2 ബബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെയിൻ 2 കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ചെയിൻ 2 ചെയ്ത ആ ഒരു പോർഷനിൽ 2 ബബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 2 ബബിൾ സ്റ്റിച്ചും ഒരു സിംഗിൾ ക്രോഷ്യ. ആദ്യം നമ്മളൊരു ബബിൾ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെയിൻ 2 ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് വീണ്ടും ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ചെയിൻ 2 ആണ് നമ്മളെ നെക്സ്റ്റ് കോർണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്പേസിൽ കഴിഞ്ഞ റൗണ്ടിൽ ചെയിൻ 2 ചെയ്ത ഈ ഒരു സ്പേസിൽ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്തു, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, വീണ്ടും സെയിം സ്പേസിൽ തന്നെ ഒരു ബബിൾ സ്റ്റിച്ച് കൂടി ചെയ്തു. ഇനി നമ്മൾ അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് അടുത്ത സ്റ്റിച്ചിലാണ്. ഈ സെയിം സ്റ്റിച്ചിലല്ല, അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ചെയിനിൽ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് അടുത്ത കോർണർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അടുത്ത ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ബബിൾ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്കൊരു ബബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ DC ഡിക്രീസിങ് ആണ് കേട്ടോ. DC ഡിക്രീസിങ് 4 ടൈംസ് ആണ് ഒരു സെയിം സ്പേസ് ചെയ്യുമ്പോഴാണ് നമുക്ക്
ഒരു ബബിൾ സ്റ്റിച്ച് കിട്ടുക കേട്ടോ. ഇനി തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു കോർണർ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ എന്നിങ്ങനെ ചെയ്തിട്ട് നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും ചെയ്തിട്ട് ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു 2 ചെയിൻ ചെയ്ത സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ കോർണറിൽ നമ്മൾ ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ബബിൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് എഴുതി വെക്കണേ. കോർണറിൽ ഫസ്റ്റ് നമുക്കൊരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സെയിം സ്പേസിൽ തന്നെ ആദ്യം നമുക്ക് 2 ചെയിൻ ചെയ്ത് കൊടുക്കാം. 1 2 ചെയിൻ ചെയ്യുക. വീണ്ടും നമുക്ക് ഈ സെയിം സ്പേസിൽ ഒരു ബബിൾ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. കോർണർ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വേണം നമുക്ക് ഇൻക്രീസിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിനിൽ ഈ 2 ചെയിൻ ചെയ്ത് അവിടെ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്തു, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, 2 ചെയിൻ ചെയ്തു, ഒരു ബബിൾ സ്റ്റിച്ച് കൂടി ചെയ്തു. ഈ 2 ചെയിൻ ചെയ്ത് അവിടെ നമുക്ക് വീണ്ടും നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അടുത്ത ചെയിനിൽ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. റൗണ്ട് മുഴുവനും അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്തതിൽ ബബിൾ സ്റ്റിച്ച്. അങ്ങനെ ഈ ഒരു ചെയിൻ എത്തുന്നവരെ, ഈ 2 ചെയിൻ എത്തുന്നവരെ, ഈ ഒരു സ്പേസ് എത്തുന്നവരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ 3rd കോർണറിൽ എത്തിയിട്ടുണ്ട്. ഈ 3rd കോർണറത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് വീണ്ടും ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ കോർണറിൽ നമ്മൾ ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 2, ഒരു ബബിൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് എഴുതി വെക്കണേ. ഫസ്റ്റ് നമുക്കൊരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 2 ചെയ്യാം. വീണ്ടും നമുക്ക് സെയിം സ്പേസിൽ തന്നെ ഒരു ബബിൾ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോർണറിൽ നമ്മൾ നേരത്തെ ചെയ്ത 2 ചെയിൻ ചെയ്ത ആ ഒരു സ്പേസാണ് നമ്മളെ കോർണർ പറയുന്നത്. കോർണറിൽ ഒരു ബബിൾ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ, ചെയിൻ 2, ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ചെയിൻ 2 ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അത് നമ്മൾ അടുത്ത റൗണ്ടിൻ്റെ കോർണറാണ്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമുക്കിവിടെ എത്തുന്നവരെ ഓരോ ചെയിനിലും ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ളത് ചെയ്യുക. പിന്നെ ഈ ഒരു കോർണറിൽ ഫസ്റ്റിൽ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇവിടെ എത്തുന്നവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റിലും ഒരു ബബിൾ സ്റ്റിച്ച്, ഈ ഒരു കോർണറിൽ ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 2, ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ, ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ബബിൾ, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ബബിൾ ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റ് ചെയിനാണ്. ഈ ലാസ്റ്റ് ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെ ബാക്ക് സൈഡാണ് നമ്മളിതുവരെ ചെയ്തത്. അപ്പോൾ നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല ബബിൾ സ്റ്റിച്ച് നല്ല അടിപൊളിയിൽ ബബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ബബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് സൈഡിൽ നിന്നാണ് ചെയ്യുക. അപ്പോഴാണ് നമ്മളിങ്ങനെ ഫ്രണ്ട് സൈഡിലേക്ക് ടേൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ബബിൾ സ്റ്റിച്ചിൻ്റെ കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുന്ന് ചെയിൻ 1 ചെയ്യാം. നമ്മളെ വർക്ക് ടേൺ ചെയ്യാം. ഇത് നമ്മൾ നല്ല ഭാഗത്താണ് വർക്ക് ടേൺ ചെയ്യുന്നത്. വർക്ക് ടേൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ബബിൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ചെയിൻ സ്റ്റിച്ച് കാണാം. കണ്ടോ, ഇതൊക്കെ ഓരോ ചെയിനായിട്ട് ഇങ്ങനെ കാണാം. ഇതൊരു ചെയിൻ സ്റ്റിച്ച്, ഇതൊരു ചെയിൻ, ഇതൊരു ചെയിൻ, ഇതൊരു ചെയിൻ, അങ്ങനെ ഈ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ബബിൾ സ്റ്റിച്ചിൻ്റെ മുകളിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത സിംഗിൾ ക്രോഷയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. ബബിൾ സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ അടുത്ത ബബിൾ സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയിൻ സ്റ്റിച്ച് പോലെ കാണാൻ പറ്റും. കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ചെയിൻ സ്റ്റിച്ചിൽ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു തേർഡ് റോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു സ്പേസിൽ 2 ചെയിൻ താഴെ റൗണ്ടിൽ ഈ 2 ചെയിൻ ചെയ്ത ഈ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. ചെയിൻ സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ചെയിൻ 2 ചെയ്ത അവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെയാണ് ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ ബബിൾ സ്റ്റിച്ചും കോർണറൊക്കെ ചെയ്യുന്നത് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ബബിൾ സ്റ്റിച്ചിൻ്റെ മുന്നായിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഉണ്ട്. അതിന് ശേഷം ഒരു ബബിൾ സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേൻ്റെ നേരെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷേ, ബബിൾ സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. കോർണർ എത്തുമ്പോൾ ഈ കോർണർ വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ സെക്കൻഡ് കോർണറിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് കോർണറിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അത് ആ സ്പേസിൽ 2 ചെയിൻ ചെയ്ത് ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 2, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ ചെയിൻ 2 ചെയ്ത അവിടെ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ചെയിനിൻ്റെ മുകളിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ കോർണറിലെത്തുമ്പോൾ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 2, ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും എല്ലാ ചെയിനിലും ഓരോ ബബിൾ സ്റ്റിച്ച്. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഒരു ബബിൾ, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ അങ്ങനെ ചെയ്തു. കോർണറിൽ നമ്മൾ ഒരു 2 ചെയിൻ ചെയ്ത ആ സ്ഥലത്ത് നമ്മളൊരു ബബിൾ സ്റ്റിച്ച് ചെയ്തു, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, ചെയിൻ 2 ചെയ്തു, വീണ്ടും സെയിം സ്പേസിൽ തന്നെ ബബിൾ സ്റ്റിച്ച് ചെയ്തു. ബാക്കി എല്ലാ ചെയിനിലും ഓരോ ബബിൾ സ്റ്റിച്ച് എന്നുള്ളതിൽ ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ ഈ ഒരു സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ഈ ഒരു തേർഡ് റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്തു. 4 കോർണറിലും നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 2, ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. അപ്പോൾ ഈ കോർണറിലും സിംഗിൾ ക്രോഷേ, ചെയിൻ 2, സിംഗിൾ ക്രോഷേ ചെയ്തു. അങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് ഈ കഴിഞ്ഞാൽ മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇതാണ് കിട്ടുക. അപ്പോൾ ഈ 2 ഭാഗം വരുന്നത് നമ്മളെ ബാക്ക് സൈഡാണ്. നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിട്ടിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളെ സ്ലീവ്, ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെ പോർഷൻ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ചെയിനിലും സിംഗിൾ ക്രോഷേ, ഇപ്പം നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതാ ഈ ലാസ്റ്റ് ചെയിനിലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ പലർക്കും മറന്നു പോണ ഒരു സംഗതിയാണ് ഈ ഒരു ഭാഗം സ്റ്റിച്ചസ് ചെയ്യാൻ. അപ്പോൾ ഈ ലാസ്റ്റ് ചെയിനിലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം യാൺ ഓവർ ചെയ്യുക,
തൊട്ടടുത്ത ചെയിനിൽ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം സെക്കൻഡ് ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 1 സിംഗിൾ ക്രോഷേ 1 ബബിൾ സ്റ്റിച്ച്, പിന്നെ അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ പിന്നെ ഒരു ബബിൾ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ആണ് കിട്ടുക. ഈ പാറ്റേൺ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഈ റൗണ്ടിലും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, അടുത്തതിൽ നമ്മളൊരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഡൗൺവേർഡ് ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. അങ്ങനെ നമ്മൾ ഡിക്രീസിങ് ആണ്, DC ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹുക്കിൽ 5 ലൂപ്പ് കിട്ടും. ഡൗൺവേർഡ് ചെയ്യുക, 5 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഒരു ബബിൾ സ്റ്റിച്ച് ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ളത് ഈ ഒരു ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഫസ്റ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ ഒരു കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. നാല് പ്രാവശ്യമാണ് നമ്മൾ ഈ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് DC ഡിക്രീസിങ് ചെയ്യുന്നത് കേട്ടോ. ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സെയിം സ്പേസിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 2 ചെയ്യുക. വീണ്ടും സെയിം സ്പേസിലേക്ക് ഒരു ബബിൾ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ കോർണറിൽ നമ്മൾ ഒരു ബബിൾ സ്റ്റിച്ച് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് 2 ചെയിന് വീണ്ടും സെയിം സ്പേസിൽ തന്നെ ഒരു ബബിൾ സ്റ്റിച്ച്, അങ്ങനെ നമ്മൾ 2 ബബിൾ സ്റ്റിച്ചും അതിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ ക്രോഷയും 2 ചെയിനും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 2 ചെയിൻ ചെയ്ത് അവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അടുത്ത ചെയിനിൽ നമുക്കൊരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കോർണറിൽ മാത്രമാണ് നമ്മൾ ഒരു ബബിൾ സ്റ്റിച്ചും ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 2 ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അത് മാത്രം എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി എല്ലാ ചെയിനിലും ആദ്യം നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ഒരു സിംഗിൾ ക്രോഷേ ഒരു ബബിൾ എന്നുള്ള ആ ഒരു രീതിക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമ്മളിങ്ങനെ ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇതിൽ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 2 ചെയ്യുക, സെയിം സ്പേസിൽ ഒരു ബബിൾ സ്റ്റിച്ചും കൂടി ചെയ്യുക. അതിനുശേഷം ചെയിൻ 2 ചെയ്ത് അവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഫസ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് മുഴുവനും അങ്ങനെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കണ്ടോ, നമ്മൾ വർക്ക് ഇങ്ങനെ 2 ലെയറിൽ നമ്മൾ ബബിൾ സ്റ്റിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ വേണ്ടത് ആ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്തുന്ന വരെ ഈ ഒരു സെയിം പാറ്റേൺ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 6 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് വേണം. 6 ഇഞ്ചും പിന്നെ ഇവിടെ നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 6, 7, 8, 7, 8 ചെയിൻ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അതും കൂടി കൂട്ടി അതൊരു 1 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ അതും കൂടി കൂട്ടിയാൽ നമുക്ക് 8 ഇഞ്ച് നമ്മളെ ചെസ്റ്റ് കിട്ടും. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്നും വിടണം. അപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് കിട്ടണമെങ്കിൽ നമ്മൾ 1 ഇഞ്ച് നമ്മളിവിടെ വിട്ട് കൊടുക്കുക. അതുപോലെ 1 ഇഞ്ച് ഇവിടെയും വിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് നമുക്കിങ്ങനെ വെക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടോ 8 ഇഞ്ച് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒരു 1, 2 റൗണ്ടും കൂടി ഇങ്ങനെ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 10 ആണ് വേണ്ടെങ്കിൽ ഈ റൗണ്ട് ഇനി അടുത്ത റൗണ്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക.
പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്തിട്ട് ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കോർണറിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് 1 ഇഞ്ച് വിടും ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ 1 ഇഞ്ച് ആഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ച് നമ്മളെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കേണ്ടത്, ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ 10 ഇഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 റൗണ്ടും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞ്, ഇനി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, കോർണറിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2 ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷ്യ, ബബിൾ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്യുക. കോർണറിൽ ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2 ബബിൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ എനിക്ക് 8 ഇഞ്ച് ആയതുകൊണ്ട് എനിക്ക് മെഷർമെൻറ്റ് ഈ 2 റൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര റൗണ്ട് ചെയ്യുമ്പോഴാണോ നിങ്ങളെ മെഷർമെൻറ്റ് കിട്ടുന്നത് ആ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാനിവിടെ നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്യാണ്. ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സിംഗിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നല്ല ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യേൻ്റെ നേരെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബബിൾ സ്റ്റിച്ചിൻ്റെ നേരെ ബബിൾ സ്റ്റിച്ച്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെയിൻ പോലെ കാണാൻ പറ്റും. ആ ചെയിൻ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി. ബിഗിനേഴ്സ് ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ഭാഗത്ത് നമ്മൾ എപ്പോഴും ചെയ്യുക സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുക. ബബിൾ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ബാക്ക് സൈഡിലാണ്. അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് എഴുതി വെക്കണം കേട്ടോ. നമ്മൾ ബബിൾ സ്റ്റിച്ച് ഇപ്പം ഈ ഭാഗത്താണ്, നല്ല ഭാഗത്താണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ബബിൾ സ്റ്റിച്ച് ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുക സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത ഒരു കോർണർ, ഫസ്റ്റ് കോർണർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഇങ്ങനെ നോക്കുക. സിംഗിൾ ക്രോഷ്യേൻ്റെ നേരെ ടോപ്പിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ബബിൾ സ്റ്റിച്ചിൻ്റെ നേരെ ടോപ്പിൽ ബബിൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയ ആ ഒരു കോർണർ, ഫസ്റ്റ് കോർണർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 3 to 6 months ബേബി ആയതുകൊണ്ട് ഞാനിവിടെ 7 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 8 ചെയിൻ സ്റ്റിച്ച്, 9 ചെയിൻ സ്റ്റിച്ച്, അങ്ങനെ ഓരോ ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ 0 to 3 months ആണെങ്കിൽ ഒരു 6 ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ 1 or 2 ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഓരോ വയസ്സിനനുസരിച്ചിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് 7 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 7 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇത്രയും പോർഷന് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ വിട്ടിട്ട് അടുത്ത കോർണർ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ 7 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത്രയും ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. എന്നിട്ട് ഫസ്റ്റ് ചെയ്ത സെക്കൻഡ് കോർണർ ഉണ്ടാകും, സെക്കൻഡ് സ്റ്റിച്ച് മാർക്കർ, ആ സെക്കൻഡ് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിവിടെ ആം ഹോൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതാ ആം ഹോള് ഈ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. ഈ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടാണ് നമ്മൾ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ 4 ഇഞ്ച് ഉണ്ട് നമുക്ക്. ഈ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി കൂട്ടിയിട്ട് 4 ഇഞ്ചാണ് നമുക്ക് ആം ഹോളിന് ചുറ്റി വരുമ്പോൾ 8 ഇഞ്ച് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു തടിയുള്ള കുട്ടികളാണെങ്കിൽ ഈ ഒരു 7 ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നതിന് പകരം നിങ്ങളെ ബേബീൻ്റെ തടിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 8 9 10 അതൊക്കെ നിങ്ങളെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നോർമൽ ബേബീസ് തന്നെ ആണെങ്കിൽ 3 to 6 months ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്ത കോർണർ എത്തുന്നവരെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ആം ഹോള് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ്, ഇത് ആം ഹോളാണ്. നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഇതാ ചെയിൻ എന്ന് പറയുമ്പോൾ ബബിൾ സ്റ്റിച്ചിൻ്റെ നേരെ ഒരു സിംഗിൾ ക്രോഷ്യ, നേരത്തെ ചെയ്ത സിംഗിൾ ക്രോഷ്യൻ്റെ നേരെ ഒരു സിംഗിൾ ക്രോഷ്യ, നേരത്തെ ചെയ്ത കഴിഞ്ഞ റൗണ്ട് ചെയ്ത ബബിൾ സ്റ്റിച്ചിൻ്റെ നേരെ
ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ഭാഗം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതാ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്താൽ അതിലും നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മളിവിടെ എത്ര ചെയിൻ സ്റ്റിച്ചാണോ ചെയ്തിട്ടുള്ളത് അത്രയും ചെയിൻ സ്റ്റിച്ച് തന്നെ ഇവിടെയും ചെയ്യുക. ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 7 എണ്ണം ചെയ്യുക. ഇവിടെ 8 ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 8 എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ 7 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 2 3 4 5 6 7 7 എണ്ണം എടുത്തു. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അടുത്ത കോർണറിലേക്ക് നമ്മൾ ലാസ്റ്റ് കോർണറാണ്, ഈ കോർണറത്തെ സ്റ്റിച്ച് മാർക്കറും റിമൂവ് ചെയ്യാം. അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ സെക്കൻഡ് ആം ഹോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെക്കൻഡ്, ഇത് നമ്മളെ ഫസ്റ്റ് ആം ഹോള്, ഇത് നമ്മളെ ചെസ്റ്റിൻ്റെ ഭാഗം, ഫ്രണ്ട് പോർഷൻ. ഇനി നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലാസ്റ്റ് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റിനനുസരിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന ചെയിനിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ലെങ്ത്തും വിടുത്തൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ നിങ്ങൾ എടുക്കുന്ന ഹുക്കും യാണും അതൊക്കെ ഡിഫറൻസ് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മെഷർമെൻറ്റിലും മാറ്റം വരും കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടിക്ക് തടിയുള്ള കുട്ടികളാകുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനാകുമ്പോൾ കസ്റ്റമറിനോട് ചോദിക്കുക, അവരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാവും ഏറ്റവും നല്ലത്. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ലാസ്റ്റ് ചെയ്ത ചെയിനിലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡിൽ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുക ബബിൾ സ്റ്റിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് ചെയിനിൽ നമുക്കൊരു ബബിൾ സ്റ്റിച്ച് ചെയ്യാം. നാല് പ്രാവശ്യം കേട്ടോ ഡിക്രീസിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 5 സ്റ്റിച്ച് ഉണ്ടാവും, എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്തതിൽ ഒരു ബബിൾ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഒരു ബബിൾ സ്റ്റിച്ച് ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു 7 ചെയിൻ സ്റ്റിച്ചിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബബിൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ അടുത്ത ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതിൽ നമുക്കൊരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക. സെയിം പാറ്റേൺ തന്നെയാണ്, ഇവിടെ ചെയിൻ സ്റ്റിച്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. വെച്ചിട്ട് നമുക്ക് പാറ്റേൺ ഒന്നും മാറുന്നില്ല. ഒരു ബബിൾ സ്റ്റിച്ച് ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബബിൾ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ നമുക്ക് ബബിൾ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഇവിടൊക്കെ അങ്ങനെ അതേപോലെ ചെയ്യുക. ഇവിടെ എത്തുമ്പോഴും നമ്മൾ സെയിം തന്നെ ചെയ്യുക. ഈ ഒരു എൻഡ് വരെ ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ബബിൾ സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 2 ആം ഹോളിൻ്റെ ഭാഗത്തും അങ്ങനെ ഇതാ ഈ ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആം ഹോള് നമുക്ക് ഇതാ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെൻസിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നല്ല ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ബബിൾ സ്റ്റിച്ചിൻ്റെ നേരെ ഒരു സിംഗിൾ ക്രോഷേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ റൗണ്ട് മുഴുവനും എല്ലാ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്തിട്ട് ബാക്ക് സൈഡിൽ ബബിൾ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ, ബബിൾ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ, ബബിൾ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ നമുക്കൊരു 2 റൗണ്ട് ചെയ്യാം കേട്ടോ. 2 റൗണ്ട് എന്ന് പറയുമ്പോൾ 4 റൗണ്ട് ചെയ്യണം. 2 റൗണ്ട് ബബിൾസിൻ്റെ സ്റ്റിച്ച് വരുള്ളൂ. ഒരു റൗണ്ട് നമ്മൾ ബബിൾ സ്റ്റിച്ച് ചെയ്യും, അടുത്ത റൗണ്ട് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും, പിന്നെ 3rd റൗണ്ട് ബബിൾ സ്റ്റിച്ച് ചെയ്യും, 4th റൗണ്ട് നമ്മൾ ഈ ഒരു 3rd റൗണ്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും, 4th റൗണ്ട് ബബിൾ സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു 4 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം.